ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ പല സൈറ്റുകളിലേക്കും ആപ്ലിക്കേഷൻസും, അതായത് സ്കോളർഷിപ്പിന്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ പല കാര്യത്തിനുള്ള ആപ്ലിക്കേഷൻസ് ഓൺലൈൻ വഴി ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു എല്ലാ ആപ്ലിക്കേഷൻസിലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് അതിൻ്റെതായ പ്രൂഫുകൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ നമ്മളുടെ മൊബൈൽ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ ഫോട്ടോ എടുത്ത് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ നമ്മളുടെ മൊബൈൽ ഫോണിൽ എടുക്കുന്ന ഫോട്ടോസിനൊക്കെ സൈസ് കൂടുതലായിരിക്കും. അവരുടേതായ സൈറ്റുകളിൽ ഡിഫറെന്റ് സൈസുകൾ വെച്ചിട്ടുണ്ടാകും. അതായത് ഇത്ര സൈസിന് കൂടുതൽ ഉള്ള ഇമേജസോ ഡോക്യുമെന്റ്സോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾക്ക് സ്കോളർഷിപ്പിന്റെ ആവശ്യങ്ങൾക്കായാലും എന്തിന്റെ ആവശ്യത്തിനായാലും ഈ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഫയലിന്റെ സൈസ് കംപ്രസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പരമാവധി ചെയ്യാറുള്ളത് കുറച്ച് വൈഡായിട്ട് എടുത്തിട്ട് ജസ്റ്റ് ക്രോപ്പ് ചെയ്ത് സൈസ് കുറയ്ക്കാൻ നോക്കും. പക്ഷേ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ആപ്ലിക്കേഷന്റെ സഹായത്തോടെ നമുക്ക് നമ്മളുടെ എല്ലാ ഡോക്യുമെന്റ്സിന്റെയും സൈസ് കംപ്രസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ക്യാമറ, അതേപോലെ തന്നെ ഗാലറി. ഇപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് ഒരു ഫോട്ടോ എടുത്ത് കംപ്രസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്യാമറ എടുക്കുക. അല്ല നിങ്ങൾ മുമ്പ് ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഗാലറി എടുത്തിട്ട് ജസ്റ്റ് ആ ഫോൾഡറിൽ നിന്ന് ഏത് ഫോട്ടോ ആണോ എന്ന് വെച്ചാൽ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ധാരാളം ഓപ്ഷൻസ് കാണിക്കും. കംപ്രസ് ചെയ്യാൻ, അതേപോലെ തന്നെ റീസൈസ്. നമ്മളുടെ ലാർജ് സ്മോൾ ഫയൽസ് ആണെങ്കിൽ നമുക്കത് ബിഗ് ഫയൽസിലേക്ക് ആക്കാൻ റീസൈസ് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ക്രോപ്പ്, 4 തരം ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ് ആവശ്യം, നമ്മളിപ്പോൾ കംപ്രസ് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് കംപ്രസ് ചെയ്യാൻ ജസ്റ്റ് ആ കംപ്രസ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എത്രത്തോളം കംപ്രസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതായത് വളരെ സ്മോൾ ആയിട്ട് കംപ്രസ് ചെയ്യണോ, അല്ലെങ്കിൽ മീഡിയം അളവിൽ, അല്ലെങ്കിൽ ലാർജ് അളവിൽ കംപ്രസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അവിടെ തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് അത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്താൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് കംപ്രസ് ചെയ്ത് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഗാലറി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിന്റെ സൈസ് കുറഞ്ഞോന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഫയൽ മാനേജറിൽ പോയിട്ട് ജസ്റ്റ് ആ ഫോട്ടോയുടെ സൈസ് നോക്കിയാൽ മതി. അപ്പോൾ പഴയ സൈസും പുതിയ സൈസും നിങ്ങൾക്ക് വേർതിരിച്ചറിയാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ നോക്കിയത് നമ്മളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവരൊരു സൈസ് ലിമിറ്റ് വെച്ചിട്ടുണ്ടാകും, 200 KB, 1 MB എന്നൊക്കെ. അപ്പോൾ ആ ഒരു സൈസ് ലിമിറ്റിൽ നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഓൺലൈൻ സെന്ററുകളിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി കംപ്രസ് ചെയ്ത് അയക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഈ അറിവ് ലഭിക്കാനായ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ജസ്റ്റ് അത് കമന്റിലൂടെ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ കണ്ടുമുട്ടും വരെ ഇറ്റ്സ് മീ സോൾസോജൻ സൈനിങ് ഓഫ്.